ഹായ് വെൽക്കം ബാക്ക് ടു ക്വൈറ്റ്ലി ഡെലിഷ. ഇറ്റ്സ് മീ ഡെലിഷ. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വോയിസ് ഓവർ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം അടിപൊളിയാവും എന്നുള്ളതറിയില്ല. ആക്ച്വലി ഞാനൊരു 5:30 എല്ലാം ആകുമ്പോഴാണ് എണീക്കാറ്. അത് എണീച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ലൈറ്റ് ഓൺ ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ലേറ്റായിട്ടായിരിക്കും എണീക്കുക. അത് കഴിഞ്ഞ് പ്രെയർ കഴിഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു നേച്ചർ വാക്കിനാണ് ഞാനിപ്പോൾ ഇറങ്ങുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഒരു 1 to 2 കിലോമീറ്റേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നടന്ന് ഒന്ന് നേച്ചറെല്ലാം നല്ലോണം ഫോക്കസ് ചെയ്തിട്ട് ഫുള്ളും നല്ല അടിപൊളിയായിട്ട് തിരിച്ചു വരും. ഈ ഒരു ഡേ ഉണ്ടല്ലോ ഭയങ്കര സ്പെഷ്യലാട്ടോ. അതിൻ്റെ രാവിലെ മഴ പെയ്തുകൊണ്ട് തന്നെ ഈ റോഡിൽ കൂടെ നടക്കാനെല്ലാം ഭയങ്കര ഭംഗിയായിരുന്നു. ലൈക്ക് അത് ശരിക്കും ആസ്വദിച്ച് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി കൈൻഡ് എ ഗുഡ് തിങ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് നേരെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിരുന്നു. മെഡിറ്റേഷൻ്റെ പവർ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഡേ എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്ന ഈ ഒരു മെഡിറ്റേഷനാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 10 to 15 minutes ആണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യൽ. അതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കും. ആൻഡ് ദെൻ ടു ഡു ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കും. കഴിഞ്ഞ ദിവസം എന്തൊക്കെ എന്തൊക്കെ ചെയ്തില്ല അതിനനുസരിച്ചിട്ടാണ് ഞാൻ പിറ്റേ ദിവസത്തെ ടു ഡൂസ് ഞാൻ റെഡിയാക്കൽ. അങ്ങനെ ഫസ്റ്റ് ഞാൻ ചെയ്തതെല്ലാം ഒന്ന് വരച്ചിട്ട് ചെയ്യാത്തത് ഈ ദിവസം ഏറ്റവും ടോപ്പിൽ ഞാൻ എഴുതും. അത് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് എൻ്റെ ഏറ്റവും കൂടുതൽ സമയം എടുക്കുക ഈ ടു ഡു ലിസ്റ്റ് എഴുതാനാണ്. കാരണം അത്രക്കും ആലോചിച്ചിട്ടാണ് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് റെഡിയാക്കൽ. ആൻഡ് എനിക്ക് എല്ലാം അന്ന് തന്നെ ചെയ്ത് തീർക്കും വേണം. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. ഒരു 20 to 30 minutes ആണ് ഞാൻ ഡെയിലി റീഡ് ചെയ്യാറ്. ഇപ്പം ഞാൻ വായിക്കുന്ന ബുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റ് ദാറ്റ് ഫ്രോഗ്, ബ്രിയാൻ ട്രാസിയുടെ ഒരു സൂപ്പർ ഡൂപ്പർ ബുക്കാണ്. നമ്മളെ പ്രൊക്രാസ്റ്റിനേഷൻ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക, എല്ലാത്തൊന്നും നമുക്കെങ്ങനെ മറികടന്ന് നമ്മൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പിന്നെ ചെയ്യണം എന്നുള്ളതും ഓരോ ടെക്നിക്കും ഓരോ മെത്തേഡും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനത്തെ ബുക്ക് കൊണ്ടാണ് എനിക്ക് കൂടുതലും ഇൻട്രസ്റ്റ്. കാരണം ഇത് കുറച്ചും കൂടി നമ്മളെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ആൻഡ് ദിസ് ബുക്ക് ഈസ് എ മസ്റ്റ് റീഡ് ബുക്ക്. പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഞാനിപ്പം 30 days ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ വീഡിയോ ഞാൻ എന്നോ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്തിടാനാണ് തോന്നിയത്. ആ ഒരു ടൈമിൽ ഞാൻ ജങ്ക് ഫുഡും ഇതൊന്നും ഓവറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര മിനിമലാണ്. ഈ എഗ്ഗൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു ടൈമിലാണ് ഞാനതെല്ലാം കഴിച്ച് തുടങ്ങുന്നത്. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ് ആൻഡ് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. നമ്മളിങ്ങനെ സെർവ് ചെയ്ത് കഴിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള രസം അതിന് ഉണ്ട്. ആൻഡ് ഇത്രയൊക്കെയാണുള്ളത്. ആൻഡ് ഓക്കെ. And yeah, this is my morning routine. I hope you like this video. If you want any kind of videos, you can comment below and do subscribe. Bye.